ഹായ് ഗുഡ് മോർണിംഗ്. ഈ മൊഡ്യൂളിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്യൂരിയർ സീരീസാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് സോൾവ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മറ്റു ചില കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു ബൗണ്ടറി കണ്ടീഷന്, അതുപോലെ തന്നെ എന്താണ് ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, ഹോമോജീനിയസ് ഇക്വേഷൻ, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂരിയർ സീരീസ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട്, ഫ്യൂരിയർ സീരീസിന് മുമ്പായിട്ട് നമ്മൾ ചില ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഒന്നുകൊണ്ട് റിവൈസ് ചെയ്യും. ഓക്കെ, ഫ്യൂരിയർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷന് ചില പെർട്ടിക്കുലർ ഫംഗ്ഷനുകളെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫോമിലായിട്ട് ഒരു പെർട്ടിക്കുലർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും. ട്രിഗണോമെട്രിക് സീരീസ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സൈനിൻ്റെയും കൊസൈൻ്റെയും സീരീസ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ഫംഗ്ഷനുകളുടെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഫ്യൂരിയർ സീരീസിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ, പീരിയോഡിക് ഫങ്ഷൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് എ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി പീരിയോഡിക് ഇഫ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ എക്സ് ആൻഡ് ഇഫ് ദർ ഈസ് എ പോസിറ്റീവ് നമ്പർ എൽ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എൽ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവരി റിയൽ എക്സ്. ഒരു ഫങ്ഷന് പീരിയോഡിക് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് എക്സ് പ്ലസ് എക്സിൻ്റെ കൂടെ ഈ പെർട്ടിക്കുലർ എൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. ഫംഗ്ഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് ആ പോയിൻ്റ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് പീരിയോഡിക് ഫംഗ്ഷൻ മീൻ ചെയ്യുന്നത്. അത് ഇറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് വാല്യൂസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എല്ലാം പീരിയോഡിക് ഫങ്ഷനാണ്. ഓക്കെ, അതിനുള്ളൊരു എക്സാമ്പിളാണ് സൈന്, കൊസൈന്. ഈ ഫങ്ഷൻസൊക്കെ പീരിയോഡിക് ഫങ്ഷനാണ്. നമ്മൾ ഈ ഫങ്ഷനുകളുടെ ഗ്രാഫ് വരക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഈ ഗ്രാഫിൽ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂസ് റിപ്പീറ്റ്സ് ആഫ്റ്റർ സർട്ടൻ ഇൻ്റർവെൽ, സേ എൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ, നമ്മൾ ഈ ഗ്രാഫ് കൺസിഡർ ചെയ്യുക. സൈൻ എക്സിൻ്റെ ഗ്രാഫാണത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ -2π to 2π വരെയുള്ള വാല്യൂ നമ്മൾ തന്നിട്ടുള്ളത്, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് 0 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏതൊരു വാല്യൂ നമ്മൾ 0 എന്നാണ്, പിന്നെ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0 മുതൽ എക്സ് അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ 2π എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് നോക്കുക. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് 2πയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ വന്ന് ഇവിടെ തന്നെ എത്തുന്നു. ഓക്കെ, ഒരു കംപ്ലീറ്റ് സൈക്കിള് പൂർത്തിയാവുന്നു ഇവിടെ. പിന്നെ ഇത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 0 to 2π ഇതിൽ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് 2π ആണ്. ഓക്കെ, 2π ലെങ്ത്താണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ 2π ലെങ്ത്തിൽ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഈ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് 0 മുതൽ -2π വരെ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് എന്താണ്, ലെങ്ത്ത് 2π തന്നെയാണ്. ഓക്കെ, ഇവിടുന്ന് ഇതുവരെ. അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, തിരിച്ചിവിടെ എത്തുമ്പോഴേക്കും ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുമ്പോഴും ഇതാണ്, അതുപോലെ തന്നെ ഈ ഒരു 2π ലെങ്ത്തിൽ ഇവിടെ വരുമ്പോഴും അതേ ഫങ്ഷന് ഗ്രാഫ് അതേ ഒരു ഷേപ്പ് തന്നെയാണ് നമുക്കുള്ളത്. അതിൻ്റെ വാല്യൂസ് ഒരേ രൂപത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ 2π ലെങ്ത് ആവും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴും 2π ലെങ്ത് ആവും.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇനി നമ്മളെന്താണ് ഈ 2π ഇവിടുന്ന് ഇനി 0 മുതൽ 4π വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് വാല്യൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ 2π to 4π വരെയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് -2π to -4π ഇത് തന്നെ ആയിരിക്കും. അവിടുന്ന് -4π to ഇതുവരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്. അപ്പം ഈ രൂപത്തിലുള്ള ഫങ്ഷനുകളാണ് നമ്മൾ പീരിയോഡിക് ഫങ്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പീരിയോഡിക് ഫങ്ഷൻ്റെ പീരീഡ് നമുക്ക് കാണാൻ പറ്റും, എന്താ റിപ്പീറ്റ് ചെയ്യുന്നത് 0 മുതൽ 2π വരെയുള്ള ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ 2π ആണ്. അപ്പോൾ 2π പീരിയോഡിക് ഫംഗ്ഷനാണ് ഈ ഒരു കേസിൽ sin x. അപ്പോൾ അതാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ മീൻ ചെയ്യുന്നത്. ദ നമ്പർ L ഈസ് കോൾഡ് എ പീരിയഡ് ഓഫ് f. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ നമ്പറിലാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. എക്സ് ഒരു പെർട്ടിക്കുലർ, അപ്പോൾ ഓരോ എക്സിൻ്റെ കൂടെ പെർട്ടിക്കുലർ L ആഡ് ചെയ്യുമ്പോഴാണ് ഈ റിപ്പീറ്റേഷൻ വരുന്നത്. അപ്പോൾ ആ എല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയഡ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് L. ഓക്കെ, ദെൻ ദ സ്മോളസ്റ്റ് സച്ച് L ഗ്രേറ്റർ ദാൻ 0 ഈസ് കോൾഡ് ദ പ്രിമിറ്റീവ് പീരിയഡ്. അപ്പോൾ അങ്ങനെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഒരു സ്മോളസ്റ്റ് പീരിയഡ് ആണ് നമ്മൾ പ്രിമിറ്റീവ് പീരിയഡ് ഓർ ഫണ്ടമെൻ്റൽ പീരിയഡ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ഫംഗ്ഷന് പീരിയഡ് ഉണ്ടെങ്കിൽ, ആ പീരിയഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ സ്മോളസ്റ്റിനാണ് നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ സ്മോളസ്റ്റ് ഉണ്ടാവില്ല, പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനെ ഒരു സ്മോളസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സ്മോളസ്റ്റ് സച്ച് L ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രിമിറ്റീവ് പീരിയഡ് ഓർ ഫണ്ടമെൻ്റൽ പീരിയഡ് ഓഫ് എഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, if f of x plus L equal to f of x for every real number x, then it follows that f of x plus nl equal to f of x for every real number x and for any positive integer n. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്കുണ്ടെങ്കിൽ വിത്ത് പീരിയഡ് L, then f of x plus nl എന്തായിരിക്കും, f of x ആയിരിക്കും for positive integer n. Okay, now consider these examples. The primitive period of sin x is 2π. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക, sin xൻ്റെ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ എന്തായിരിക്കും പ്രിമിറ്റീവ് പീരീഡ്? പ്രിമിറ്റീവ് പീരീഡ് ഓഫ് sin x എന്നുള്ളത് 2π തന്നെയാണ്. 0 to π നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രിമിറ്റീവ് പീരീഡ് ഓഫ് sin x is 2π. Okay. Okay, so the primitive period of sin x is 2π. Since x plus 2π equal to sin x, this is for all x belongs to R. Okay, and 2π is the smallest such positive number. അതായത് നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ് പ്ലസ് 4π എന്തായിരിക്കും, സൈൻ എക്സ് ആയിരിക്കും. എക്സ് പ്ലസ് 6π എന്തായിരിക്കും, സൈൻ എക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്, 2π ആണ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് സൈൻ എക്സ് പ്ലസ് L ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം സൈൻ ഗ്രാഫിൻ്റെ ഒരു ബിഹേവിയർ നമുക്കറിയാം അല്ലേ. സൈൻ എക്സ് പ്ലസ് 2πയും സൈൻ എക്സ് ആയിരിക്കും. സൈൻ എക്സ് പ്ലസ് 4πയും സൈൻ എക്സ് ആയിരിക്കും. സൈൻ എക്സ് പ്ലസ് 6πയും ഇതൊക്കെ എന്തായിരിക്കും, സൈൻ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എക്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ആ ഒരു പോസിറ്റീവ് നമ്പറിൽ ഏറ്റവും മിനിമം ചെറുത് അതാണ് പ്രിമിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈൻ എക്സ് പ്ലസ് 2π ഈക്വൽ ടു സൈൻ എക്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 2π ആണ് ഈ സൈൻ എക്സിൻ്റെ പ്രിമിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ സിമിലർലി ദ പ്രിമിറ്റീവ് പീരീഡ് ഓഫ് കോസ് എക്സ് ഈസ് 2π. നമുക്കറിയാം കോസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് ഒരു ബിഹേവിയർ തന്നെയാണ് കോസ് എക്സിനുള്ളത്. അത് 2π പീരീഡിൽ അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ദ പ്രിമിറ്റീവ് പീരീഡ് ഓഫ് സൈൻ 2x ഈസ് π, ബിക്കോസ് സൈൻ 2 ഓഫ് നമ്മൾ എക്സിന് പകരം ഇപ്പോൾ പൈ ആണ് പീരിയഡ് എങ്കിൽ എന്ത് ചെയ്യും, നമുക്കറിയാം 2 × x + π എന്താ വരിക, sin 2x + sin 2π which is equal to sin 2x. അപ്പോൾ നമുക്ക് sin 2x തന്നെ കിട്ടുന്നത്.
ഓക്കെ, എക്സിൻ്റെ കൂടെ നമ്മൾ എക്സിന് പകരം എക്സ് പ്ലസ് പൈ കൊടുക്കും. അവിടെ നോക്കുക, എക്സിന് പകരം എക്സ് പ്ലസ് 2π കൊടുക്കുമ്പോൾ ആ 2πനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എക്സിന് പകരം നമ്മൾ പൈ കൊടുക്കുന്ന സമയത്ത് എന്തായി മാറും? sin 2 × x + 5, ദാറ്റ് ഈസ് sin 2x + sin 2π. ഓക്കെ, അതെന്താ വരിക? sin 2x തന്നെയാണ് വരിക. sin 2π എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് sin 2x കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? ഈ പൈയാണ് ഇവിടെ പ്രിമിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന sin x + l = sin x അല്ലെങ്കിൽ f(x + l = f(x) സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ എല്ലുകളിലുള്ള ഏറ്റവും മിനിമമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ sin 2x ആണ് നമ്മളുടെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് sin 2x തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രിമിറ്റീവ് പീരീഡ് പൈ ആണ്. നെക്സ്റ്റ്, ആൻഡ് ദ പൈ ഈസ് ദ സ്മോളസ്റ്റ് സച്ച് പോസിറ്റീവ് നമ്പർ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും മിനിമം ചെറിയ പോസിറ്റീവ് നമ്പർ പൈ ആണ്. അതുകൊണ്ടാണ് പൈ ഈസ് എ പ്രിമിറ്റീവ് പീരീഡ് ഓഫ് sin 2x എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ പ്രിമിറ്റീവ് പീരീഡ് ഓഫ് sin 3x ഈസ് 2π/3. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാം, ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാമായിരുന്നു. നമുക്ക് sin 3 × x + 2π/3 ചെയ്ത് കൊടുക്കും, ഇതെല്ലാം നമുക്ക് sin 3x തന്നെ കിട്ടും. നെക്സ്റ്റ്, ദ പ്രിമിറ്റീവ് പീരീഡ് ഓഫ് sin 2πx ഈസ് 1 ബിക്കോസ് sin 2π of x + 1 equal to sin 2πx of sin 2πx + 2π which is equal to sin 2πx. This is for all x belongs to R. So we have 1 is the primitive period of sin 2πx. Okay, and 1 is the smallest such positive number. So this is the 1 is the primitive period. Okay, next, the primitive period of cos 2πx is 1. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ the primitive period of sin πx and cos πx is 2. ഓക്കെ, നമ്മൾ എക്സിന് പകരം x + 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടുകയാണെങ്കിൽ എന്താണ്? ഇത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആവും. അതിൻ്റെ പീരീഡ് 2 ആണ്. അതിലെ ഏറ്റവും സ്മോൾ 2 ആണ്. ഓക്കെ, നൗ എക്സാമ്പിൾസ് ഓഫ് പീരിയോഡിക് ഫങ്ഷൻസ് വിത്തൗട്ട് പ്രിമിറ്റീവ് പീരിയഡ്. ഓക്കെ, ഇനി പീരിയോഡിക് ഫംഗ്ഷനുകളാണ്, പക്ഷേ അതിന് പ്രിമിറ്റീവ് പീരിയഡ് ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിളാണ് f(x = k). This is for every real x where k is a constant, is a periodic function, and any positive real number is a period. But f has no primitive period. അപ്പോൾ നമ്മൾ പറഞ്ഞത് f(x = k). ഇപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? f(x + l = f(x) ആണ്. ഓക്കെ, ഇത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ എക്സിൻ്റെ കൂടെ നമ്മൾ ഏത് ആഡ് ചെയ്യുകയാണെങ്കിലും, ഈ എക്സിൻ്റെ കൂടെ നമ്മൾ ഏതൊരു നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കെ തന്നെയാണ് കിട്ടുന്നത്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്നതിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പീരിയോഡിക് ഫംഗ്ഷനാണ്, പക്ഷെ അതിന് നമുക്ക് സ്മോളസ്റ്റ് പീരീഡ് ഇല്ലാതുകൊണ്ട് വിച്ച് ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്തൗട്ട് പ്രിമിറ്റീവ് പീരീഡ്. ഓക്കെ, നെക്സ്റ്റ്, a function f defined by like this: 1 when x is rational and 0 when x is irrational. So this is a periodic function since any positive rational number is a period. Okay, but f has no primitive period. ഓക്കെ, ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു പീരിയോഡിക് ഫംഗ്ഷന്, അതുപോലെ എന്താണ് പ്രിമിറ്റീവ് പീരീഡ്. ഇപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ഫംഗ്ഷനുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിമിറ്റീവ് പീരീഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രിമിറ്റീവ് പീരീഡ് എക്സിസ്റ്റ് ചെയ്യാത്ത ഫംഗ്ഷനുകൾക്കുള്ള എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ എന്താണ് ഒരു ഫ്യൂരിയർ സീരീസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.